ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ്. കുറേ കാലം കൊണ്ട് പെൻഡിങ് ആയിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം തുടങ്ങുന്നു എന്നാണ്. ചിലപ്പോൾ അത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ട്രാവൽ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ഈ സമയം നിങ്ങൾക്ക് അത് അനൗൺസ് ചെയ്യാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ശരിക്കും പെട്ടെന്നുള്ളൊരു പ്രോഗ്രസ്സാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ്സാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ഒന്ന് സ്റ്റക്കായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സമയം വരുന്നുണ്ട്. അത് പൈസയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രമോഷനായിട്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ റിലേഷൻഷിപ്പ് റീകണക്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ശരിക്കും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ്. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. കുറേ ആൾക്കാർക്ക് ട്രാവൽ ഉണ്ട്, ചിലപ്പോൾ അത് ഷോർട്ട് ജേണി ആയിരിക്കാം. പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ കണ്ണ് കെട്ടിയ ആ ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതിലൊന്ന് വിട്ട് കളയണോ, അത് മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതിലെന്ത് ചെയ്യണം എന്ന് അറിയാതെ നിങ്ങളിരിക്കുന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് ഒരു പുതിയ ജോബ് ഓഫറൊക്കെ വന്നിട്ട് നിങ്ങളിപ്പം ചെയ്യുന്ന കാര്യം വിട്ട് കളയണോ, അല്ലെങ്കിൽ പുതിയ കാര്യം സ്വീകരിക്കണോ എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടാവാം ഇരിക്കുന്നത്. ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഇഷ്യൂ ആയിട്ട് ഇതിനെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അതായത് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവാം, പക്ഷേ അത് വിട്ടുകളയാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളെന്നുള്ളതാണ് കാണുന്നത്. മുന്നോട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ, കണ്ണ് കെട്ടിയ ആ ഒരു അവസ്ഥയാണ്. കുറേ ആൾക്കാർക്ക് തീരുമാനമെടുക്കാനാവാതെ ഇരിക്കുന്നൊരവസ്ഥയാണ്. തീരുമാനമെടുത്തേ പറ്റുകയുള്ളൂ, പക്ഷേ തീരുമാനമെടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. അത് ആരെയും വേദനിപ്പിക്കാതെ എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കർമ്മ വരാതെ തീരുമാനമെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ ചിലർ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിവൈനുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സമയം ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് നിമിത്തങ്ങൾ നൽകുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുക.
ചില വ്യക്തികളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ്. നിങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ ഈ ഒരു സമയം വിട്ടുകളയുക. അതായത് ഫ്യൂച്ചറിനെ പറ്റി ആശങ്കപ്പെടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യം സംഭവിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുക. നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ. ഇത്തരം നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുക, അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇവിടെ കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യൂല. വളരെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമെന്നാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ചെയ്യാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. നിങ്ങൾ ഫ്രീ മൈൻഡഡായിട്ട് ഈ ഒരു സമയം തീരുമാനങ്ങൾ എടുക്കണം എന്നാണ്. ആരുടെ കൂടെയും നിൽക്കാൻ പാടില്ല. അതായത് തെറ്റേതാണ് ശരി ഏതാണ് അത് കണ്ട് മാത്രം ഈ സമയം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ക്ലിയറായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. വളരെ സ്റ്റേബിളായിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ അത് മനസ്സുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ പുറത്ത് അത് കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ തുടക്കമാണ്. നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു യാത്രയാകാം. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ മടിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിന് നിങ്ങൾ പ്രാപ്തരല്ലായിരുന്നുവെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ സമയം സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളൊരു ലീഡറായിട്ട് നിന്ന് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. അങ്ങനെയൊരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ചില കാര്യങ്ങളിൽ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പേടിയൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൽ വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ലോജിക്കൽ മൈൻഡൊന്ന് നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ്. നിങ്ങളുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നാൽ എനിക്കത് പറ്റില്ല, അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ ഈ ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് മാറി നിന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത്തരത്തിലൊരു ചാർജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു കടമ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അതും ഒരു പരീക്ഷണമാണ്. എങ്ങനെയാണ് ആളുകളെ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവം തരുന്നൊരു ചാൻസാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഈ ഒരു സെയിം സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതിൽ സ്ട്രഗിൾ വരാം. ആ സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ശ്രമിച്ചാൽ ആ ഒരു സെയിം കാര്യം നിങ്ങളിലേക്ക് പിന്നെയും നമ്മളെ തേടി വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം
പഠിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണ്. ആ ഒരു കാര്യം പഠിക്കാതിരുന്നാൽ സെയിം ആയിട്ടുള്ള വേറൊരു കാര്യം നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചലഞ്ചസ് ഒക്കെ സ്വീകരിക്കാൻ ശ്രമിക്കുക. എല്ലാമല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ മാറി നിൽക്കുന്ന കാര്യം നിങ്ങൾ ധൈര്യത്തോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഭാരം ചുമന്ന് വന്ന് തളർന്നിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. കാരണം ഒരുപാട് ഭാരം നിങ്ങളുടെ ചുമലിലായിരിക്കാം. കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ഏറ്റെടുക്കുന്ന കുറേയധികം ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിങ്ങളുടെ തലയിലായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്നതിനനുസരിച്ച് ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും അവസാനം കറിവേപ്പില പോലെ വലിച്ചെറിയും, അങ്ങനെയൊക്കെ പറയാറില്ലേ? അതുപോലെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മളുടെ ജീവിതവും നമ്മളുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും ഒക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനും മറ്റുള്ളവരുടെ ആ ഒരു അവരെ സെക്യൂർഡാക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരൊരു തീരുമാനത്തിലെത്തിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എൻഡ് ആവുന്നു എന്നുള്ളതാണ്. പാസ്റ്റിനെ നിങ്ങൾ ഫുള്ളായിട്ടും വിട്ടുകളഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതായിരിക്കാം. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ടും വേണ്ടത്ര മൂല്യം മറ്റാരും നിങ്ങൾക്ക് തരാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നടുവൊടിഞ്ഞ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര ജോലി ചെയ്താലും നമ്മളുടെ കൂടെയുള്ളവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭാരവും തോന്നില്ല. അതൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവർ കാണാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത്. നിങ്ങളുടെ മാനസികാവസ്ഥയോ നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ മറ്റുള്ളവർക്കൊരു കാര്യമേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ അതിനൊരു വഴിത്തിരിവ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്നുമൊക്കെ പുറത്ത് കടക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ട്. പുതിയൊരു കാഴ്ചപ്പാടോടെ നിങ്ങൾ ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ചെയ്യാൻ നിങ്ങളിവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും പുതിയ കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു വീടോ അല്ലെങ്കിൽ ഒരു നല്ല ജോലിയോ അങ്ങനെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയുമുണ്ട്. കുറേ ആൾക്കാർ ഈ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ കരിയറിൽ ചിലപ്പോൾ ഒരു പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ന്യൂസ് ഈ ഒരു സമയം കേൾക്കാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാം. പുതിയൊരു കാര്യം നിങ്ങൾ, അതായത് ഇതുവരെ നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യമായിരിക്കില്ല, അത്തരത്തിൽ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ആ വേദനകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആളുകൾ ഇവിടെ ഡിപ്രഷനിലാണ് എന്നുള്ളതാണ്. പല കാര്യങ്ങളും ആലോചിച്ച് നിങ്ങൾ വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ചിട്ടാവാം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വിഷമിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള ആ ഒരു ഓർമ്മകൾ അത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ക്യാരി ചെയ്യുന്നതും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ആ വേദനകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക്
അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ലഭിച്ച വേദനകളാവാം അവ. അപ്പോൾ നിങ്ങൾക്കിതിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് എന്നാണ് ഡിവൈൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലതും വിട്ടുകളയാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു വേദനയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിട്ടുകളയേണ്ടിയ കാര്യങ്ങൾ വിട്ടുകളയുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വിട്ട് നിങ്ങൾ പുതിയ പ്രതീക്ഷകളിലേക്ക് ഇറങ്ങുന്ന ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളിൽ ഉണ്ടാവാം. ഇപ്പോൾ ആ ഒരു കാര്യം ഇല്ലെങ്കിലും അതിൻ്റെ ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങളെ പിറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ നന്മകളിൽ നിന്നും നിങ്ങളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സക്സസ്സിൽ നിന്ന് നിങ്ങളെ മാറ്റി ഇങ്ങനെ പിറകോട്ട് വലിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കംഫർട്ട് സോൺ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മറികടന്ന് നിങ്ങൾക്ക് എപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നുവോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയം ആരംഭിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു മെസ്സേജ് ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പലതും നിങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ചില പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ നിങ്ങൾക്കിരിക്കാൻ കുറേ അവസരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനോ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവാം. അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ ഈ സമയം ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഫിനാൻഷ്യൽ ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ മാറ്റി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. കുറേ ആൾക്കാർക്ക് ഇതിൽ ബാധ്യതകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. അതിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ എന്താകണം എന്നാണോ ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം നേരത്തെ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു നഷ്ടം നിങ്ങൾ മാറ്റി ഈ ഒരു സമയം ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ അത് എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇനി ഇങ്ങനെ ആകരുത് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നു തീർത്തും ഇനി അങ്ങനെ ആകരുത് എന്നൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള ആ ഒരു കാര്യങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു എനർജി ഈ സമയം നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. വളരെ ആക്റ്റീവായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
മാത്രമല്ല വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. അതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു തടസ്സങ്ങളെയൊക്കെ മാറ്റിക്കളയാനുള്ള ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾക്കുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റ് ഇവിടെ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം വരുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച പെയിൻ ഇവിടെ തീരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് തീർച്ചയായും എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫിലെ കർമ്മയും ഈ ലൈഫിലെ കർമ്മയും ഉണ്ട്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ സമയം അനുഭവിക്കാൻ പറ്റുന്നുണ്ടാവാം. ചിലപ്പോൾ ഈ ജീവിതം മുഴുവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ മാറി നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മയെല്ലാം തീർന്ന് നിങ്ങളുടെ നല്ല കർമ്മത്തിനുള്ള ഫലം അനുഭവിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ സഹായത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റാത്ത ആൾക്കാരായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ മറ്റാൾക്കാരുടെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊരു തീരുമാനത്തിൽ എത്തി അത് നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ശരിക്കും പേഴ്സണൽ ലൈഫും നിങ്ങളുടെ കരിയറും തമ്മിലൊരു ബാലൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് കാര്യവും ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സ് തോന്നിക്കുമെന്നുള്ളതാണ്. എന്ത് തന്നെ ആയാലും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും, നിങ്ങളിലെ ആ ഒരു പേടിയും ഭയവും ഒക്കെ മാറ്റിയിട്ട് വളരെ ധൈര്യത്തോടു കൂടി വരുന്നത് വരട്ടെ എന്നൊരു ചിന്ത ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ചില ട്രാപ്പിലൊക്കെ ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് അതോർത്ത് പേടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുന്നത് വരട്ടെ, ഞാൻ ഫേസ് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് പല കാര്യങ്ങളും കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് മൂല്യം ലഭിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.